ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് ഫിക്സഡ് റെസിസ്റ്ററും വേരിയബിൾ റെസിസ്റ്റർ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പും ഉണ്ട്. ഫിക്സഡിലാണ് കൂടുതൽ ഒരു 4 ടൈപ്പിനെ കുറിച്ചുള്ള അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിനെ കുറിച്ച് നമ്മൾ പറയാം. ഈ എല്ലാത്തരം റെസിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ആദ്യമേ തന്നെ അതിനൊരു ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ബേസ് ഉണ്ടാവും, അതുപോലെ റെസിസ്റ്റീവ് മെറ്റീരിയൽ ഉണ്ടാവും. പിന്നെ അതിൽ നിന്ന് കണക്ഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ എൻഡ് ഗ്യാപ്പുകൾ, വയറുകൾ, അങ്ങനെയൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. ഇവിടുത്തെ കേസിൽ വയർ ബോണ്ട് റെസിസ്റ്ററിനെ നമ്മൾ എടുക്കണമെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ വയർ ബോണ്ട് ആ മെറ്റീരിയൽ, റെസിസ്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എപ്പോഴും റെസിസ്റ്റീവ് വയർ അത് നിക്കൽ ക്രോമിയം അലോയ് ആയിരിക്കും റെസിസ്റ്റീവ് വയർ എന്ന് പറയുന്ന സംഗതി ഉണ്ടാക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് ചുറ്റിയിരിക്കുന്ന വയർ എന്ന് പറയുന്നത് ഒരു വയർ ചുറ്റുന്ന ഒരു ബേസ്, അതൊരു സിറാമിക് റോഡായിരിക്കും. സിറാമിക്കിന്റെ ഒരു റോഡ് ഷേപ്പിൽ, അതായത് നമ്മളൊരു റൂളറിന്റെ ഷേപ്പിലുള്ള ഒരു ഇതിന്റെ മുകളിലാണ് നമ്മളിത് ചുറ്റുക. സിറാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ്. അതിന്റെ മുകളിലാണ് നമ്മൾ ഇത് എടുക്കുക, നമ്മൾ കണക്ഷൻസ് വയർ ചുറ്റുക, ഈ റെസിസ്റ്റൻസ് വയർ ചുറ്റുക. പിന്നെ അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വയർ ചുറ്റിയതിനു ശേഷം രണ്ട് സൈഡിൽ ഒരു എൻഡ് ഗ്യാപ്പ് ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എൻഡ് ഗ്യാപ്പാണ് ഞാനീ പറഞ്ഞത്, നിക്കൽ ക്രോമിയം അലോയ് വെച്ചിട്ടാണ് പുറത്തേക്ക് എൻഡ് ഗ്യാപ്പ് എടുക്കുന്നത്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനൊരു റെസിസ്റ്റീവ് വയർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബേസ് ആയിട്ട് സിറാമിക് റോഡ് ഉപയോഗിക്കുന്നുണ്ട്, എൻഡ് ഗ്യാപ്പ് ഉണ്ട്. എൻഡ് ഗ്യാപ്പിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വയർ എടുക്കുന്നു. അത്രയും കാര്യങ്ങളാണ് അതിനായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ കാർബൺ റെസിന്റെ ഒരു മിക്സ്ചറാണ് തയ്യാറാക്കുന്നത്. അതാണ് ഇവിടുത്തെ റെസിസ്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നു. അത് ഓവനിലൊക്കെ വെച്ച് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ലീഡ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യുന്നു. കണ്ടക്ടിങ് ലീഡുകളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട്, കണ്ടക്ടിങ് വയറുകൾ രണ്ട് സൈഡിൽ നിന്ന് 2 വയറുകൾ അത് ആ സിലിണ്ടറിന്റെ ഉള്ളിലോട്ട് ഇറക്കി വയ്ക്കുന്നു. എന്നിട്ട് ആ ടോട്ടൽ അസംബ്ലിനെ നമ്മൾ ഇൻസുലേറ്റിംഗ് പെയിന്റ് കൊണ്ട് നമ്മൾ പെയിന്റ് കൊടുത്തുകൊണ്ട് ഈ സാധനത്തിന് മാർക്കറ്റിൽ ഇറക്കും. ഇങ്ങനെയാണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ. ഇവിടെ റെസിസ്റ്റീവ് മെറ്റീരിയൽ നേരത്തെ കേസിൽ വയറായിരുന്നെങ്കിൽ ഇവിടുത്തെ കേസിൽ എന്ന് പറയുന്നത് കാർബൺ റെസിന്റെ ഒരു മിക്സ്ചറാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ഇവിടെ ഒരു ഫോർമർ അല്ലെങ്കിൽ ഒരു റോഡൊന്നുമില്ല, അതായത് ഒരു ബേസ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് കാർബൺ ഫിലിം. കാർബൺ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇതിനൊരു ബേസ് വേണം. ആദ്യം പറഞ്ഞ പോലെ തന്നെ സിറാമിക്കിന്റെ ഒരു മെറ്റീരിയലാണ് റോഡ് ഷേപ്പിൽ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത്, ഒരു റൂളർ ഷേപ്പിൽ അതിനെടുക്കുന്നത്. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ കാർബൺ ഫിലിം, വളരെ തിൻ ലെയർ ഓഫ് കാർബൺ ആണ് അതിന്റെ മുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ് ഇതുണ്ട്. അപ്പോൾ റെസിസ്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ കാർബൺ ലെയർ ആയിരിക്കും. കാർബൺ ലെയർ എന്തിന്റെ മുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറാമിക്കിന്റെ മുകളിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. പിന്നെ ഇതിന്റെ രണ്ടറ്റത്തും എൻഡ് ഗ്യാപ്പ് വയ്ക്കും. അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കണക്ടിങ് ലീഡുകൾ പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. പിന്നെ അതിനുശേഷം ഈ മൊത്തം അസംബ്ലി അങ്ങനെ തന്നെ നമ്മൾ ഒരു കവറിങ്, ഒരു ഫ്ലെയിം പ്രൂഫ് ജാക്കറ്റ് വെച്ച് കവറിങ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇതിനെ മാർക്കറ്റിലേക്ക് നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി മെറ്റൽ ഫിലിം ആണെങ്കിലും നമ്മൾ ഇതിന്റെ കേസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മറ്റേ കാർബൺ ഫിലിമിനോട് ചേർന്നിട്ടുള്ള പോലെ തന്നെ സിറാമിക്കിന്റെ ഒരു റോഡാണ് നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ മുകളിൽ നമ്മളൊരു മെറ്റൽ ഫിലിം ഡെപ്പോസിറ്റ് ചെയ്യും. അത് യൂഷ്വലി നിക്കൽ അലോയ് ആണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. സെയിം കാർബൺ ഫിലിമിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ എൻഡ് ഗ്യാപ്പ് ഒക്കെ ഫിക്സ് ചെയ്ത്, ഈ എൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ 2 മെറ്റൽ റോഡിന്റെ ഏറ്റവും അവസാനം നമ്മൾ കണക്ഷൻ പുറത്തെടുക്കാൻ വേണ്ട കണക്ടിങ് പോയിന്റുകളാണ് എൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ എൻഡ് ഗ്യാപ്പിലാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യാം, 2 റെസിസ്റ്ററിന്റെ ഔട്ട്പുട്ടിലേക്ക് വരുന്ന 2 ലീഡുകൾ നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് സംഗതി. അപ്പോ ഇവിടുത്തെ കേസിൽ കാർബൺ ഫിലിമില് റെസിസ്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കാർബൺ ആണ്. ഇവിടെയാണെങ്കിൽ മെറ്റൽ അലോയ്, യൂഷ്വലി നിക്കൽ അലോയ് ആണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ 2ന്റെ കേസിലും സിറാമിക് റോഡാണ് ഒരു ബേസ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ പിക്ചറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതുവരെയുള്ളതൊക്കെ നമ്മൾ ഈ പറഞ്ഞതിന്റെ എല്ലാതും തന്നെ വരച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്.
ഇനി ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിക്സഡ് റെസിസ്റ്റേഴ്സിന് മുഴുവൻ ഈ ഫിക്സഡ് ആയിട്ട് ഈ റെസിസ്റ്റർ മാർക്കറ്റിൽ ഇറങ്ങുന്ന റെസിസ്റ്റർ അതിന്റെയൊക്കെ വാല്യൂ നമുക്ക് മനസ്സിലാക്കണം. വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റർ പ്രാക്ടിക്കലായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ കളറുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ കളർ കോഡിംഗ് എന്നാണ് പറയുക വാല്യൂസ്. അപ്പൊ അങ്ങനെ ഒരു കളർ കോഡിങ്ങിന്റെ ഒരു ടേബിൾ ആണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതിലിപ്പോ ഓരോ റെസിസ്റ്ററിന്റെ ഇതിനനുസരിച്ച് നമ്മുടെ ബുക്കിൽ കൊടുത്തതിനെക്കാട്ടും കൂടുതലുണ്ട്. ബുക്കിൽ ഒരു 4 കളർ ബാൻഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനിവിടെ 3, 4, 5, 6 അങ്ങനെ ഒരു 4 ടൈപ്പില് കളർ ബാൻഡ് ഉള്ള റെസിസ്റ്റേഴ്സ് ഉണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ 4 ടൈപ്പിന്റെയും ഓരോ കളർ എന്ത് സൂചിപ്പിക്കുന്നു? മിക്കവാറും കേസിൽ നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കളർ 3 കളർ ബാൻഡ് സിസ്റ്റം എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കളർ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് എടുക്കണം, സെക്കൻഡ് കളർ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് എടുക്കണം, തേർഡ് കളർ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ തേർഡ് ഡിജിറ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ തേർഡ് കളർ അങ്ങനെ ഓരോ കളർ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ. പിന്നെ ഓരോ കളറിന്റെ ഇതിനനുസരിച്ച് അതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ കളർ എവിടെ നിന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കണം എന്നുള്ളത്. ഇപ്പൊ 6 കളർ ബാൻഡ് എടുത്തു വിചാരിക്കാം. 6 കളർ ബാൻഡ് കേസിൽ എടുക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് കളർ ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് കളർ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് എഴുതി, തേർഡ് കളറിന്റെ വാല്യൂ തേർഡ് ഡിജിറ്റ് ആയിട്ട് എഴുതി, ഫോർത്ത് കളറിന്റെ വാല്യൂ മൾട്ടിപ്ലയർ ആക്കി എഴുതി. എത്ര പൂജ്യങ്ങൾ ചേർക്കണം എന്നുള്ളതാണ് ഈ മൾട്ടിപ്ലയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഫ്ത്ത് കളർ ആണെങ്കിൽ ടോളറൻസ്, ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂവിൽ കറന്റ് കടന്നു പോകുമ്പോൾ എത്രത്തോളം മാറ്റം ചേഞ്ചസ് വരാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ലാസ്റ്റ് കളർ 6th കളർ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്, എത്ര വരെ ടെമ്പറേച്ചറിലാണ് ആ പർട്ടിക്കുലർ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് കിട്ടുക എന്ന് കാണിക്കുന്നത് 6ന്റെ കേസിൽ. 5ന്റെ കേസിലാണെങ്കിൽ ഈ ടെമ്പറേച്ചർ കളർ ബാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഇത് ഉണ്ടാവില്ല. ബാക്കി ഉള്ളതൊക്കെ 6ന്റെ കേസിൽ പറഞ്ഞ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനി 4ന്റെ കേസിൽ വരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കളറും രണ്ടാമത്തെ കളറും മാത്രമാണ് ഡിജിറ്റുകളായിട്ട് എഴുതേണ്ടി വരാം. തേർഡ് കളർ നമ്മൾ മൾട്ടിപ്ലയർ ആയിട്ടാണ് എടുക്കുക. ഫോർത്ത് കളർ നമ്മൾ ടോളറൻസ് ആയിട്ട് എടുക്കും. ഇനി തേർഡിന്റെ കേസിലാണെങ്കിൽ 3 കളർ ബാൻഡിലാണെങ്കിൽ ആദ്യത്തെ 2 കളർ 2 ഡിജിറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം തേർഡ് കളർ നമ്മൾ മൾട്ടിപ്ലയർ ആയിട്ട് എടുക്കും. അങ്ങനെയാണ് വരാം. അപ്പൊ കളർ ഇല്ലെങ്കിൽ അവസാനത്തെ കളറിനെ നമ്മൾ, അതായത് 3 കളർ ബാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് 3 കളറേ ഉണ്ടാവുള്ളൂ. ആക്ച്വലി 4 കളർ ബാൻഡ് തന്നെയാണ് അതിൽ. 4ാമത്തെ കളർ ഇല്ലാത്തതുകൊണ്ട് അതിനെ ടോളറൻസ് 20% ആയി എടുക്കണം എന്നാണ് റൂള്. അപ്പൊ 3 കളർ ബാൻഡ് വരുന്നതൊക്കെ 20% ടോളറൻസ് ആയി. അപ്പൊ ഇതാണ് അതിന്റെ കളർ കോഡിങ്. അപ്പൊ വിശദമായിട്ടുള്ള ആ ടേബിളും അതിന്റെ ഇതാണ് നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇനി ഇതില് നമ്മൾ ടോളറൻസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കളർ കോഡ് ചെയ്ത് ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ ഇത്രയ്ക്ക് ഇടയിലായിരിക്കുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ റേഞ്ചിന് ഇടയിലായിരിക്കും കിട്ടുക. ആ റേഞ്ച് നിശ്ചയിക്കുന്നതാണ് ഈ ടോളറൻസ് എന്ന് പറഞ്ഞ സംഗതി. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് കളർ കോഡ് ചെയ്ത് അല്ലെങ്കിൽ ആ റെസിസ്റ്റർ വർക്ക് ചെയ്യുമ്പോൾ ആ റെസിസ്റ്ററിന് 100 ഓംസ് എന്നുള്ള വാല്യൂ ഉണ്ടെങ്കിൽ ആ 100 ഓംസ് എത്ര ടെമ്പറേച്ചറിലാണ് ആ 100 ഓംസ്, അതിലും കൂടുതൽ ടെമ്പറേച്ചർ വന്ന ആ വാല്യൂയിലൊക്കെ വേരിയേഷൻ വരാം. അതാണ് സംഗതി സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനത്തെയാണ് ഈ കളർ കോഡിംഗ് ടേബിൾ. നിങ്ങളുടെ ബുക്കിൽ 4 കളർ ബാൻഡ് സിസ്റ്റത്തിന്റെ വരച്ചിട്ടിട്ടുണ്ട്, കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് തന്നെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് 4ഉം 5ഉം 6ഉം അതുപോലെ തന്നെ 3ഉം ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ കാര്യങ്ങൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, പഠിക്കേണ്ടതുമാണ്. ഇനി വേരിയബിൾ റെസിസ്റ്റേഴ്സ്. വേരിയബിൾ റെസിസ്റ്റൻസ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് പൊട്ടൻഷ്യോമീറ്റർ ആണ്. ഈ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വോളിയം കൺട്രോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ അതാണ്. അത് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇത് പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആദ്യമേ തന്നെ നമ്മളൊരു സ്റ്റേഷനറി കോണ്ടാക്റ്റുകൾ കണക്ട് ചെയ്യുന്ന ഒരു നോൺ കണ്ടക്ടിങ് ബേസ് മെറ്റീരിയൽ ഉണ്ടാക്കിയുണ്ട്. ഒരു സെമി സർക്കിൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സെമി സർക്കിളിന്റെ രണ്ടറ്റത്തും 2 സ്റ്റേഷനറി കോണ്ടാക്റ്റുകൾ ഉണ്ടാവും പുറത്തേക്ക് എടുക്കാനുള്ള. പിന്നെ സെന്ററിൽ ഒരു കോണ്ടാക്ട് നമ്മൾ ഉണ്ടാക്കും. സെന്ററിലെ ഒരു കോണ്ടാക്റ്റിന്, അതായത് 3 സ്റ്റേഷനറി കോണ്ടാക്ട് ഉണ്ടാവും. 2 സ്റ്റേഷനറി കോണ്ടാക്ട് സെമി സർക്കിളിന്റെ രണ്ടറ്റത്തുമായി ബന്ധിച്ചിരിക്കും. സെന്ററിലെ സ്റ്റേഷനറി കോണ്ടാക്ട് ഒരു മൂവബിൾ ആം വഴി, വൈപ്പർ കോണ്ടാക്ട് വഴി നമ്മൾ ഈ ബേസ് മെറ്റീരിയലിന്റെ ഉള്ളിൽ ഒരു ചാനൽ ഉണ്ടാവും മൂവ് ചെയ്യാനായിട്ട്. ആ ചാനലുമായി ബന്ധിക്കപ്പെട്ടിരിക്കും. ഈ ചാനലിന്റെ ഉള്ളിലാണ് നമ്മൾ റെസിസ്റ്റീവ് മെറ്റീരിയൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് വെക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ പിക്ചർ ലെഫ്റ്റ് സൈഡിലെ പിക്ചർ കാണുന്ന പോലെ തന്നെ
ഇതിന്റെ നമ്മൾ ഈ വോളിയം കൺട്രോളിന്റെ വോളിയം പിടിച്ച് തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വൈപ്പർ അതായത് മൂവബിൾ ആം വഴി മൂവ് ചെയ്തിട്ട് ഈ മെറ്റീരിയലിന്റെ പല പല സൈഡുകളിലാണ് കോണ്ടാക്ട് ഉണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് റെസിസ്റ്റൻസിൽ വേരിയേഷൻ സംഭവിക്കും. അതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വേരിയബിൾ റെസിസ്റ്ററിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്ചറും അതിന്റെ ഒരു വർക്കിംഗും ആണ് നിങ്ങളുടെ മുമ്പിൽ വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പൊട്ടൻഷ്യോമീറ്ററിന്റെ കേസിൽ ഇവിടെ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് വരച്ച് പഠിക്കേണ്ടതാണ്, നിർബന്ധമായിട്ടും ഒക്കെ ചെയ്യേണ്ടത്.